മഹാരാഷ്ട്രയിലെ സത്താറയിൽ വനിതാ ഡോക്ടർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ. കേസിൽ പ്രധാന തെളിവായി കണക്കാക്കിയിരുന്ന കൈപ്പത്തിയിൽ കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം ഡോക്ടറുടെ അല്ലെന്ന് വെളിപ്പെടുത്തൽ. മരണശേഷം മറ്റാരോ കയ്യിൽ എഴുതിയതാകാമെന്നാണ് ഡോക്ടറുടെ സഹോദരി ആരോപിക്കുന്നത്. കേസിൽ വിശദമായി അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരനെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറെയും അറസ്റ്റ് ചെയ്തിരുന്നു. വനിതാ ഡോക്ടർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസുകാരനും ടെക്കിക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ. യുവ ഡോക്ടറുടെ കൈപ്പത്തിയിൽ കണ്ടെത്തിയ കുറിപ്പ് മറ്റാരോ എഴുതിയതാണെന്ന് സഹോദരി പറയുന്നു. ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വഴിതിരിച്ചുവിടാൻ ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ വെളിപ്പെടുത്തൽ. അതേസമയം അറസ്റ്റിലായ ടെക്കി യുവാവ് ഡോക്ടറുടെ വീടുടമയുടെ മകനാണെന്നും ഇയാൾക്കെതിരെ ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണങ്ങളുണ്ടെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ ഡോക്ടർ സ്ഥിരമായി യുവാവിനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നതായി കുടുംബം ആരോപിച്ചു. യുവാവിന്റെ ഫോൺ വിളി വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ 4 തവണ ബലാത്സംഗം ചെയ്തുവെന്നാരോപിച്ച് ആത്മഹത്യ ചെയ്ത വനിതാ ഡോക്ടർ എഴുതിയ 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. പോലീസ് കേസുകളിലെ പ്രതികൾക്ക് വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ താൻ നിർബന്ധിതയായെന്നും അതിന് വിസമ്മതിച്ചപ്പോൾ ഉപദ്രവിക്കപ്പെട്ടെന്നും കുറിപ്പിൽ പറയുന്നു. സത്താറയിൽ താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന 28 വയസ്സുള്ള ഡോക്ടറെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈവെള്ളയിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയാണ് വനിതാ ഡോക്ടർ ജീവനൊടുക്കിയത്. പിന്നീടാണ് 4 പേജുള്ള കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. സത്താറ SI ഗോപാൽ ബദാനെ 4 തവണ വിവിധ സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചെന്നും സഹായിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രശാന്ത് ബാൻകർ മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. സംഭവത്തിൽ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷം സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.